ലാസ്റ്റ് എപ്പിസോഡിൽ സെന്റോമാരുടെ പിന്നിൽ നിന്ന് ആക്രമിച്ച് വീഴ്ത്തുകയാണുണ്ടായത്. അപ്പം സെന്റോമാരും ലൂഫിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക, റോബ്ലൂഷ് പിന്നിൽ നിന്ന് സെന്റോമാരിനെ ആക്രമിച്ച് വീഴ്ത്തി. അപ്പം സെന്റോമാർ ആ ഫ്രെയിമിൽ നിന്ന് മാറുവാണെങ്കിൽ പിന്നെ ആ സെറാഫിംസിൻ്റെ എല്ലാം പവർ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ CP0യ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് റോബ്ലൂഷ് സെന്റോമാരിനെ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇല്ലാതായോ എന്ന് അറിയത്തില്ല, വെട്ടിയിട്ട വാഴ പോലെ വീഴുന്നത് കണ്ടായിരുന്നു. അപ്പം ഈ എപ്പിസോഡിൽ കാണാം ബാക്കി എന്താണെന്ന്. ലൂഫി സോറി പറയുന്ന ലൂഫിയുടെ കുഴപ്പമാണെന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാ. ഓക്കെ, ലൂഫി ഡെഡായിട്ട് എല്ലാവരും സെന്റോമാരും കണ്ടായിരുന്നു. ഓക്കെ, പെട്ടെന്നുള്ള ആക്രമണം രീതിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത്. പക്ഷേ സെന്റോമാർ കണ്ടായിരുന്നു. ഐ തോട്ട് ഐ ഡിഫെൻഡഡ് മൈ സെൽഫ്. അതന്നെ സെന്റോമാരെ കരുതി സെന്റോമാരിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ റോബ്ലൂഷിയുടെ പവർ ഇത്തിരി കൂടുതലായിരുന്നു, സ്പീഡും. മരിച്ചില്ല എനിക്ക് പാസ് ഔട്ട് ആണ്. കേസിന് പുറത്ത് നടക്കിയ ഒരു വട സെന്റോമാറിന്റെ പുറത്തുണ്ട്. ലൂഫിയുടെ കൈ കയറി പിടിച്ചു. ലൂഫിയുടെ വയറിനത് ഒരു ഇടി കൊടുത്തു, വലിയ കാര്യമില്ല. സ്റ്റാഫിനെ കൊല്ലാൻ പറഞ്ഞു അല്ലേ, അത്രയും പവർഫുൾ ആണ്. കാർട്ടൂണേക്കാളൊക്കെ പവർഫുൾ ആണ്. ഓഹോ, പിന്നീട് തീർന്നു. ലൂഷിയുടെ ബോധം പോയ പോലെ ഓടി ഓടി തീർന്നില്ലേ, കറക്കി തീർന്നില്ലേ. ഡ്രില്ല് ചെയ്തോടോ. ലൂഫിയുടെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കംപ്ലീറ്റ് ആയിട്ട്. ഇവിടെ സെറാഫിനും CP0 ആയിട്ടുള്ള ഫൈറ്റ് ആ ബ്ലഡ് ഇത് നമ്മുടെ സീനിയർ പിങ്കിന്റെ പവർ അല്ലായിരുന്നോ? ഒരു ആ ചെറിയ പ്രായത്തിൽ ഇത്രയും പവർ, വലുതാകുമ്പോൾ എന്ത് പവർ ആയിരിക്കുമെന്ന് നമ്മുടെ റാങ്കി കാണും. ഓക്കെ, അതല്ല ചോദിക്കും, സിം ഫ്രൂട്ട് ആണോ എന്റെ ബ്രദർ? പവർ ക്ലോൺ ചെയ്തായിരിക്കും, ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തായിരിക്കും. സീനിയർ പിങ്ക് അങ്ങനെ മരിക്കാൻ ചാൻസ് ഇല്ല. കൈഡയുടെ ഫ്രൂട്ട് മിമിക് ചെയ്തെടുത്തില്ലായിരുന്നോ? പക്ഷെ പിങ്ക് കളറായി പോകുന്നില്ലേ ഉള്ളു. ഓക്കെ, മരിച്ചിട്ടില്ല, ഇമ്പർ ലെവലിലുണ്ടെന്ന്. ഓ, സോൺ ടൈപ്പ് മാത്രം ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, 10 മാത്രമേ ആ ഒരു പവർ സമ്മാനിക്കത്തുള്ളൂ. കരയാൻ പോലും പറ്റാതെ ചിരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അവേക്കൺ ആവുമെന്ന് ഉറപ്പില്ല. ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ തന്നെ ഉണ്ട് ഇത്. ഞാൻ ആദ്യം വിചാരിച്ചു ജീംബയുടെ കൈ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഒരു എപ്പിസോഡിലാണ് ഇവരുടെ ബാക്കി മീഹോക്കിന്റെ എല്ലാവരുടെയും കയ്യിൽ ഇതേപോലെ അവർ ട്രാൻസ്പെറന്റ് കാണുന്നത്. അത് ബ്ലഡ് ആണ്, അവരുടെ ആർട്ടിഫിഷ്യൽ ബ്ലഡ്. സെറാഫിം കുമടി ഇപ്പൊ ഇപ്പോഴാണ് കാണിക്കുന്നത്. അതേപോലെ റോബിൻ പറയും ഫ്രാങ്കിന്റെ മുഖം കാണണമായിരുന്നു. ഓ, എഴുന്നേക്കാൻ പറ്റുന്നില്ല സെന്റോമാരുടെ. ബോധം വന്നെന്ന് തോന്നിച്ചു. ലൂഫിയുടെ പോയി. ഓ, ലൂഫിയുടെ പോയ കുഴിഞ്ഞു കുഴിഞ്ഞ് താഴോട്ട് പോകുന്നതാണ്. പിന്നെ കണ്ടിട്ടില്ല. ആ ഫ്രെയിം ഉണ്ടായിരുന്നോ റെഡ്? ലൂഫി ഇരിക്കുന്നത് ലൂഫി
കടിക്കാൻ പോ. കല്ല് തിന്നു തുമ്പാനായിരിക്കും. എന്തിനെ വെപ്പളാക്കി മാറ്റാൻ പറ്റുന്നു ആ ഒരു പവർ. എന്റെ ഐഡിയ വന്നിട്ടുണ്ടല്ലോ ഇവിടെ തലയില്. ആ ടച്ചിന് കളർ മാറിയുണ്ടോ? വെള്ള കളറായി. എന്തിനെ ആ ഒരു റബ്ബറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ. അവേക്കൻ ചെയ്യുന്ന എല്ലാ ഡെഫ് ഫ്രൂട്ട്സിലും അങ്ങനെ ഉണ്ട്. നമ്മുടെ ആദ്യം നമ്മൾ കാണുന്ന എപ്പോഴായിരുന്നു എനിക്ക് തോന്നുന്നു ഡോഫ്ലമിക്കോ പിന്നെ കാറ്റക്കുറി. ഡോൺ റൈഫിൾ പിസ്റ്റൾ റോക്കറ്റ് തീർന്നു. I might be passing out. ലൂഫി അങ്ങനെ കാര്യമായിട്ട് ഫൈറ്റും ചെയ്യുന്നില്ല ആ ഒരു ഫോമില്. 1 മിനിറ്റ് ചെവി 1 മിനിറ്റ് ഉണ്ടെന്ന്. I trust you with all my power. ഓ ലൂഫിക്ക് അല്ലാണ്ട് മേലോട്ട് കയറാനും പറ്റത്തില്ല. മറ്റേ കാക്കൂനെ അറ്റാക്ക് ചെയ്യാൻ അറ്റാക്ക് ചെയ്യുമല്ലോ. അവനെ കൊണ്ട് പോയി ഇല്ല. അവനെ എടുത്തില്ല. 1 സെക്കൻഡ് കേറി. ലൂഫിയെ കാണിച്ചിട്ടില്ല. പക്ഷെ ലൂഫി അകത്തുണ്ട്. പറ്റിക്കാൻ നോക്കണ്ട. ഒരുപാട് അത്യാവശ്യം എല്ലാ റോക്കറ്റ്സും ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ഓഹോ ഫ്രണ്ട് ഡോം ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. ക്യാൻസൽ ആയിരിക്കും. ഓ ലോ ചി അവൻ തിരിച്ചു വരുമ്പോൾ അങ്ങനെ കൊല്ലുമല്ലോ എന്ന് പറയാൻ പ്രാവ്. വരുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ മാറ്റി തോന്നുന്നുണ്ടോ? ഞാൻ കൊല്ലും ഇപ്പം. എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ തന്നെ ബോധം പോയത്. ഞാൻ എന്തെങ്കിലും ചെയ്ത് കാണുന്നു. സെറാഫിം ഇവരുടെ കയ്യിലായോ? മൈരൻ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പെട്ടെന്നാ പാസിങ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് 1-2 മിനിറ്റ് അങ്ങനെ എടുത്തോളൂ. ആ ഒരു ഇടി ലൂഫി കൊടുത്തതിന് ശേഷം ഐ മൈ ബി പാസിങ് ഔട്ട് എന്ന് പറഞ്ഞു പോകുന്ന കണ്ട്. അതിനുശേഷം 1 മിനിറ്റ് കൗണ്ട് ഡൗൺ ചെയ്ത് പിന്നെ അവരവിടെ എത്തി. കുറച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും ബോധം തിരിച്ചു വരുന്നു. ലൂഫിക്ക് സെൻറ്റോമാരും കൂടെ പൊക്കിക്കൊണ്ട് പോകാമായിരുന്നു എന്ന് തോന്നി. കാരണം ഒന്നുമില്ലെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വന്നതല്ലേ. വേഗപ്പങ്ങിൻ്റെ ആ ഒരു വാക്ക് കേട്ടെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വന്നതല്ലേ. പക്ഷെ അത് കാണിക്കുന്നുണ്ട് ഒന്നുകിൽ ഇവനെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ റോക്കറ്റിൽ കയറണം എന്ന രീതിയിൽ. അപ്പോൾ സെൻറ്റോമാരുടെ ബോധം പോയപ്പം ആ ഒരു സെറാഫിംസിൻ്റെ കൺട്രോൾസ് എല്ലാം CP0യുടെ കയ്യിലായിരിക്കും. പിന്നെ നമ്മുടെ വേഗപ്പങ്സ് അതിൻ്റെ മുകളിലുള്ള അതോറിറ്റി എന്ന് പറഞ്ഞാൽ വേഗപ്പങ്സ് ആണ്. ബട്ട് ആരും താഴെ ഇല്ല. അപ്പോൾ ആ 4 സെറാഫിമിൻ്റെയും പവേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് CP0 അല്ലെങ്കിൽ വേൾഡ് ഗവൺമെൻറ് ആയിരിക്കും. കാണാം അടുത്ത എപ്പിസോഡിൽ.